അല്ലാതെ സർക്കാരല്ല. ആരെയാണ് ഉദ്ദേശിച്ചത് താങ്കൾ? ഹിന്ദു ഐക്യവേദിയാണോ? ഇതേ ഫ്ലോറിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. ഇതേ ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ശരി, ശ്രീജിത്ത് പണിക്കറാണെങ്കിലും ശരി, ഓൺലൈൻ ബുക്കിങ്ങിനെതിരെ അതിശക്തമായി ഇതേ ഫ്ലോറിലിരുന്നു. പഴയ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ കാര്യം എന്താണ് ശബരിമലയിൽ സംഭവിക്കുന്നത്? ഇനി അങ്ങോട്ട് തിരക്ക് ഇതിനേക്കാൾ കൂടുമ്പോൾ എന്ത് നിയന്ത്രണമാണ് അവിടെ നടത്താൻ പറ്റുക? മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്നത് ഇപ്പം ഈ പറഞ്ഞില്ലേ, വിനോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തില്ലേ, വിനോദ് പറഞ്ഞു തന്ന കാര്യങ്ങളിനകത്ത് തന്നെ അതിനകത്ത് കോൺട്രഡിക്ഷൻസ് വരുന്നുണ്ട്. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ തുടക്ക ദിവസങ്ങളിൽ ഇത്രയധികം ജനക്കൂട്ടം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്രസേനയുടെ ഒരു സഹായം നമുക്ക് ഉണ്ടാവാറുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അവിടെ നിന്നുള്ള സേനാംഗങ്ങൾ കേന്ദ്രത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അത് 2 ദിവസത്തിനകം എത്തൂ. അവരെയൊക്കെ കൃത്യമായിട്ടുള്ള പോയിന്റുകളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഈ കാടിലൂടെയുള്ള കയറി വന്നിട്ട് ഈ ക്യൂ നിന്ന്, ശരിയാണ്, 20 നേരത്തോട് നേരമൊക്കെ നിൽക്കുന്ന ഭക്തന്മാർ ചിലപ്പോൾ വേറെ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടും ഇതിനെ പരിഹരിക്കുന്നതിനുമാണല്ലോ സാറേ നമ്മൾ ഈ അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് ഇതിനെ കൊണ്ടുവച്ചത് അല്ലേ? എന്നിട്ട് നമ്മൾ പഴയ പോലീസിന്റെ DGP-മാരായിരുന്ന ആൾക്കാരെയും നമ്മൾ ഈ പറയുന്ന K. ജയകുമാറിനെയും എല്ലാവരെയും നമ്മൾ കൊണ്ടുവന്നതല്ലേ? എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു സെഷൻ അവിടെ റൺ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ അതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ അല്ല സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. K. ജയകുമാറിനെ മോശക്കാരനാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണോ? അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? അത് നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ അടക്കം ഫോക്കസ് എവിടെയായിരുന്നു എന്നും ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോകാനായിരുന്നു എന്ന കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ്. എനിക്ക് ശ്വാസം കുറച്ച് സമയം നേടാ. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കാരണം ഈ സ്വർണ്ണപ്പാളിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ വരികയാണ്, പഴയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കുന്നില്ല. ചില തീരുമാനങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഹൈന്ദവ സംഘടനകളെ, ഭക്തജന സംഘടനകളെ ഒരു കാലത്തും ഈ ദേവസ്വം ബോർഡ്, പിണറായിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്നേ. ഭക്തജന സംഘടനകളെ സന്നിധാനത്തു നിന്ന് പുറത്താക്കുക, എല്ലാ രംഗത്തു നിന്നും സംഘടനകളെ പുറത്താക്കുക, സന്നദ്ധ സംഘടനകളെ പുറത്താക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ കേന്ദ്രസേനയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്രസേനയെ അല്ലാതെ നമ്മൾ അവിടെ നിയന്ത്രിക്കാനും സേവന പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ്, ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ വന്നുകൊണ്ടിരുന്നില്ലേ? അന്നദാനം കൊടുത്തുകൊണ്ടിരുന്ന ആരാണ്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഇതെല്ലാം അവിടെ നിന്നൊക്കെ ഈ സംഘടനകളെ ഒഴിവാക്കിയെന്ന് പരിപൂർണമായും ഒരു കേന്ദ്രീകൃത സ്ഥിതിയിലേക്ക് ശബരിമലയെ കൊണ്ടുവരാൻ ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയത്. എന്നിട്ട് അവിടെ ഇപ്പൊ ഈ താൽക്കാലിക ജീവനക്കാരെ എന്നുള്ള നിലയ്ക്ക് നിയമിക്കും. അവരാരെയാണ് കൊണ്ടുവന്നിരുന്നത്? വലിയ വിവാദമായിരുന്നു. DYFIക്കാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ശബരിമലയിലേക്ക് ഈ താൽക്കാലിക സേവനത്തിന് വേണ്ടി നിയമിച്ചു എന്ന് പറഞ്ഞ് വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പൊ ഇതെല്ലാം ആസൂത്രിതമായി ശബരിമലയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. ഭരണവി മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. ഇതിനകത്ത് കുറ്റം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർക്കാരിന് കുറ്റം പറയാനായിട്ട് പറ്റും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇപ്പം നമ്മൾ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തി, അതല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി. ഈ ചർച്ചയിൽ ഈ വേദിയിലിരിക്കുന്ന ഈ നമ്മുടെ ഇതിനകത്ത് പാനലിലിരിക്കുന്ന പല ആളുകളും ഇത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ജനങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്ന് അവകാശപ്പെട്ടവരാണ്. ഓൺലൈൻ ബുക്കിംഗ് പോലും പാടില്ല, ഓൺലൈൻ ബുക്കിംഗ് മണ്ടത്തരമാണ്. അതിനെതിരെ സമരം നടത്തുകയും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് മേനി നടിക്കുന്നവർ. അല്ലാതെ സർക്കാരല്ല. ആരെയാണ് ഉദ്ദേശിച്ചത് താങ്കൾ? ഹിന്ദു ഐക്യവേദിയാണോ? ഇതേ ഫ്ലോറിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ശരി, ശ്രീജിത്ത് പണിക്കറാണെങ്കിലും ശരി, ഓൺലൈൻ ബുക്കിങ്ങിനെതിരെ അതിശക്തമായി ഇതേ ഫ്ലോറിലിരുന്നു. പഴയ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ കാര്യം ഒരൊലക്ക കിട്ടുമോ പറയുന്നതിന് അക്കൗണ്ടബിലിറ്റിയോട് കൂടി പറയണം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു. പഴയ റെക്കോർഡ് എടുത്ത് നോക്കൂ. വെർച്വൽ ക്യൂവില് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അന്നേരം ഞാൻ അതിൽ പറഞ്ഞത്, അതിന് ഞാൻ മറുപടി പറഞ്ഞത്, ജയരാജ് വെർച്വൽ ക്യൂ വഴി മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം എടുത്തപ്പോഴാണ് ഹിന്ദു ഐക്യവേദി പോലുള്ള ഹൈന്ദവ സംഘടനകൾ പറഞ്ഞത് അത് പാടില്ല. സ്പോട്ട് ബുക്കിംഗിൽ നേരത്തെ ഇവിടെ വിനോദ് പറഞ്ഞില്ലേ,
വിനോദ് പറഞ്ഞില്ലേ, സാധാരണക്കാർ, ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ, ഈ പറയുന്ന മറ്റേ നമ്മുടെ കർണാടക, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ, അവർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് അറിയില്ല, അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാവും, ഏത് ദിവസം എത്തും എന്നതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിനും ഒരു അവസരം ഉണ്ടാവണം. ഇതായിരുന്നു അന്നത്തെ വാദം. ഡിജിറ്റൽ ഇന്ത്യ അല്ലേ ഇത് ഡിജിറ്റൽ ഇന്ത്യ അല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. ഡിജിറ്റൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ആളുകൾക്ക് പറ്റുന്നില്ല? ഈവൻ മണി ട്രാൻസാക്ഷൻ വഴി ചെയ്യുന്നത് ഡിജിറ്റലി ചെയ്യുന്ന ഒരാൾക്ക് വെർച്വൽ ക്യൂയിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ആരുടെയും എല്ലാ സ്ഥലത്തും ജനസേവന കേന്ദ്രങ്ങളോ അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ ഉള്ള 100% ഡിജിറ്റൽ ഇന്ത്യ ആയിട്ടില്ലല്ലോ ജയരാജേ. 100% പേരും ഡിജിറ്റൽ ഇന്ത്യ ആണെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ലല്ലോ. തൊട്ടു മുമ്പുണ്ടായിരുന്ന ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ സമയത്തെങ്കിൽ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, മറ്റാരുടെയോ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു. മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ ശ്രീ ജയരാജ് അദ്ദേഹം എന്ത് അസംബന്ധമൊക്കെയാണ് പറയുന്നത് നോക്കൂ. എന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ടെക്നോളജി എവിടെ ഉപയോഗിക്കുന്നതിന് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന്. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പും തിരക്കവിടെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ശബരിമലയിലെ കപ്പാസിറ്റി എത്രയാണ്, ഹോൾഡിംഗ് കപ്പാസിറ്റി എത്രയാണ്. 70,000 പേരാണെങ്കിൽ 70,000, 90,000 ആണെങ്കിൽ 90,000, 1,20,000 ആണെങ്കിൽ 1,20,000. അത്രയും ആൾക്കാരെ നിങ്ങൾ വെർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലുമായി രണ്ടിടത്തും കൂടി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. കാരണം വെർച്വൽ ക്യൂ അല്ലാതെ അവിടെ എത്തുന്ന ആൾക്കാരുണ്ടാകും. അവിടെ എത്തുന്ന ആൾക്കാരെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 70-20 ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി അഥവാ 80,000 പേര് നിങ്ങൾ വെർച്വൽ ക്യൂവിലും 20,000 പേര് സ്പോട്ട് ബുക്കിംഗും ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. എന്നിട്ട് ഓരോ സമയത്തും ഉണ്ടാകുന്ന തിരക്കിനനുസരിച്ച് നിങ്ങൾ അതിനെ അന്നേരമുള്ള റിയൽ ടൈം ഡേറ്റ വെച്ചതിന് ശേഷം നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മുമ്പ് എല്ലാ വർഷവും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ടെക്നോളജി ഉപയോഗിക്കരുത് എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ പറയുക എന്ന് പറയുന്നത് വെറുതെ രാഷ്ട്രീയമായിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒരാളിന്റെ പേര് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സാങ്കേതിക വിദ്യയൊന്നും നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ വർഷം, അതായത് ഈ കഴിഞ്ഞ സീസൺ അവസാനിച്ചിരിക്കുന്ന ഈ 2025 ജനുവരി മാസത്തിലുള്ള ഒരു വാർത്ത, ഞാൻ അതിലെ ഏതാനും വരികൾ വായിക്കാം. ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് സീസൺ ഏറ്റവും മികവുറ്റതാക്കാൻ പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജീവനക്കാരെയും CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രത്യേകം അഭിനന്ദിച്ചു. ആരാന്ന് ആലോചിച്ച് നോക്ക്, CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് അഭിനന്ദിക്കുന്നത്. എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനവും ഒത്തൊരുമയുമാണ് ഈ വിജയത്തിന് കാരണം. രാപ്പകൽ ഭേദമന്യേ അവർ നടത്തിയ പരിശ്രമം ഒരു പരാതിക്കും ഇടയാകാത്ത വിധത്തിൽ സുഗമമായ തീർത്ഥാടന കാലം ഏവർക്കും സമ്മാനിച്ചു. ഒപ്പം പറയുന്ന വേറൊരു കാര്യമുണ്ട്. ആദ്യത്തെ 30 ദിവസത്തിൽ മുൻ വർഷത്തിനേക്കാൾ 4 ലക്ഷം പേരാണ് കഴിഞ്ഞ തവണ കൂടുതൽ വന്നത്. അപ്പൊ തിരക്ക് കൂടുമെന്നും തിരക്ക് എങ്ങനെ വർദ്ധിക്കുമെന്നും എന്താണ് അതിന്റെ ട്രെൻഡ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പിന്നെ പറയുന്നതോ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തീർത്ഥാടന കാലത്തിന് വളരെ മുമ്പ് തന്നെ ഒരുക്കത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അങ്ങനെ നേരത്തെ ഒരുക്കത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തവണ ബോർഡ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. ഇത്തവണ സർക്കാരും ബോർഡും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നതിന് ഉദാഹരണമാണ്. എന്നല്ലേ അതിനർത്ഥം? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.